ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദേവാംഗനാനന്ദ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ +2ൻ്റെ ലാബ് എക്സാംസിനെ പറ്റിയിട്ട് എല്ലാ സബ്ജക്റ്റിനെ പറ്റിയിട്ടും ഒരു ഔട്ട്ലൈൻ തരാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും തന്നെ മുഴുവനായും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ലാബ് എക്സാംസിനെ പറ്റിയിട്ട് +2 ലാബ് എക്സാംസിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്ക് +2ൽ 6 സബ്ജക്റ്റാണുള്ളത്. 6 സബ്ജക്റ്റിൽ നമുക്ക് 4 സബ്ജക്റ്റിനാണ് എന്തുള്ളത്, ലാബ് എക്സാം ഉള്ളത്. അപ്പോൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ തന്നെ മാത്സ്, ഈ 4 സബ്ജക്റ്റിനാണ് നമുക്ക് ലാബ് എക്സാം ഉള്ളത്. ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ബയോളജി സയൻസിനെ പറ്റിയിട്ട്, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ബയോളജിക്ക് പകരം എന്തായിരിക്കും, കമ്പ്യൂട്ടർ ആയിരിക്കും ലാബ് എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ അവർക്ക് ഈ ഒരു വീഡിയോയിലൂടെ അതിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാ സബ്ജക്റ്റും എടുത്ത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സബ്ജക്റ്റിലോട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് ഞാൻ പറയാൻ പോകുന്ന ബയോളജിയെ കുറിച്ച് പറയാൻ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. കാരണം എനിക്ക് എങ്ങനെയായിരുന്നു എക്സാംസ്, എങ്ങനെയായിരുന്നു ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ ബയോളജി, മാത്സ് എല്ലാ എക്സാംസ് എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു എക്സ്പീരിമെൻറ്റ്സ് ഒക്കെ ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ബയോളജി എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ബോട്ടണി, സുവോളജി 2 സെപ്പറേറ്റ് ആയിട്ടാണുള്ളത് നമുക്ക് എക്സാംസ് ഉള്ളത്. അപ്പോൾ ബോട്ടണിയിൽ നമുക്ക് റൂട്ടിൻ്റെ സ്റ്റെമ്മിൻ്റെ ഒക്കെ റൂട്ട് സ്റ്റെമ്മൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, പിന്നെ മൈക്രോസ്കോപ്പിൽ കുറച്ച് അനാഫേസ്, മെറ്റാഫേസ്, അതേപോലെ കുറച്ച് കാര്യങ്ങളുടെ വയ്ക്കും, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കാണും. അതേപോലെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സും നമുക്ക് കാണുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ബോട്ടണിയിലുള്ളത്. അതേപോലെ തന്നെ സുവോളജിയിലോട്ട് വരുമ്പോൾ നമുക്ക് സ്ലൈഡ് പ്രിപ്പറേഷൻ, ബ്ലഡ് സ്മിയറിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് സ്മിയർ, അതേപോലെ തന്നെ ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, അതേപോലെ അങ്ങനെ കുറച്ച് ടെസ്റ്റുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മൈക്രോസ്കോപ്പിൽ വെച്ച് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ സുവോളജി, ബോട്ടണി, ഇപ്പോൾ നമുക്ക് 4 ലാബ് എക്സാം പറയുമ്പോഴും കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ വളരെ സിമ്പിളായിട്ട് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ലാബ് എക്സാം എന്ന് പറയുന്നത്. നമുക്ക് തിയറി എക്സാമിന് ഈ ഒരു ലാബ് എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ട് നമുക്ക് A+ ഗ്രേഡ് കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്രദമാകും. അപ്പോൾ എല്ലാവരും തന്നെ ലാബ് എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ലാബ് എക്സാം എന്ന് പറയുമ്പം ഫിസിക്സിൻ്റെ ആയാലും കെമിസ്ട്രിയുടെ ആയാലും എന്തിൻ്റെ ആയാലും ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് മുഴുവനായിട്ടും ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഞാൻ ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ഫിസിക്സിൽ നമുക്ക് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് 2 എക്സ്പെരിമെൻറ്റ്സ് ആയിരിക്കും തരുന്നത്. ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ എക്സ്പെരിമെൻറ്റ്സ് കാണും. നമ്മുടെ പബ്ലിക് എക്സാമിൽ നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ക്വസ്റ്റ്യൻസ് കാണും. അതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ നിന്ന് ഒരു എക്സ്പെരിമെൻറ്റ്, സെക്കൻഡ് ഇയറിൽ നിന്ന് ഒരു എക്സ്പെരിമെൻറ്റ്, അങ്ങനെ 2 എക്സ്പെരിമെൻ്റാണ് മുഴുവനായിട്ടും ചെയ്യാനുള്ളത്. അപ്പോൾ 2 എക്സാമാണ് മുഴുവനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ലാബിൽ നമ്മുടെ ടീച്ചേഴ്സ് എന്തൊക്കെയാണോ പറഞ്ഞു തരുന്നത് ആ ഒരു ഇതെല്ലാം എഴുതിയെടുത്ത് തന്നെ അത് കറക്റ്റായിട്ട് പഠിച്ച് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതുന്നത് എന്നൊക്കെ ഡൗട്ട് ഉണ്ടെന്നുള്ളവർ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഫിസിക്സിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. സ്ക്രൂ ഗേജ്, അതേപോലെ വെർനിയർ കാലിപ്പർ, അങ്ങനെ
കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, അതേപോലെ മിറേഴ്സിൻ്റെ കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, അങ്ങനെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം സ്ക്രൂ ഗേജ് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ പാരലലോഗ്രാം ലോയുടെ എക്സ്പെരിമെൻറ്റ്, ഇതിനെപ്പറ്റിയൊക്കെ എങ്ങനെയാണ് എഴുതുന്നത്, നമുക്ക് എയിം എഴുതണം, പിന്നെ ടാബുലാർ കോളം വരയ്ക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ലാബ് എക്സാം എന്ന് പറയുന്നത് മാത്സ്, അതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ഈസി ആയിരുന്നു. പിന്നെ ബോട്ടണി ഞാൻ തോന്നുന്നു എനിക്ക് കുറച്ച് എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ എനിക്ക് റൂട്ട് ഏതാണ് സ്റ്റെം ഏതാണെന്നൊരു ഡൗട്ട് വന്ന് അങ്ങനെ ഒരു ഇത്. പക്ഷേ എനിക്ക് എല്ലാ 4 പ്രാക്ടിക്കൽ എക്സാമിന് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും ലാബ് എക്സാം. എൻ്റെ ഫ്രണ്ട്സിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു ലാബ് എക്സാമിന്. അപ്പോൾ ലാബ് എക്സാംസ് കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ കറക്റ്റായ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇനിയിപ്പോൾ കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ സോൾട്ട് അനാലിസിസ്, അതേപോലെ ആസിഡിമെട്രി അല്ലേ, ടൈട്രേഷൻ, അങ്ങനെ 2 എക്സ്പെരിമെൻറ്റ്സ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ടൈട്രേഷൻ സിമ്പിളാണ്. അതേപോലെ തന്നെ സോൾട്ട് അനാലിസിസിൻ്റെ ഒരു PDF എൻ്റെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുന്ന അനുസരിച്ചല്ലേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പറയുക. ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങളുടെ ലാബ് എക്സാം, പബ്ലിക് എക്സാംസിന് ഉപകാരപ്രദമാകുന്ന രീതിയിലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും അതേപോലെ മാത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിലാണ് എല്ലാം ചെയ്യാനുള്ളത്. കമ്പ്യൂട്ടറിൽ നമുക്ക് ടീച്ചർ ഇത്ര എക്സ്പെരിമെൻറ്റ് ലാബ് 2, ലാബ് 4 അങ്ങനെ കുറച്ച് ഏതൊക്കെ ലാബാണ് പഠിക്കേണ്ടതെന്ന് ടീച്ചേഴ്സ് പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ലാബെല്ലാം കൃത്യമായി തന്നെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ മാത്സിൻ്റെ ലാബ് എന്ന് പറയുമ്പം നമുക്ക് യൂട്യൂബിൽ കുറച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അതൊക്കെ നോക്കി നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കി കൃത്യമായി തന്നെ അതെല്ലാം പഠിച്ചു പോവുക. അപ്പോൾ ഫിസിക്സിൻ്റെ, അതേപോലെ തന്നെ കെമിസ്ട്രിയുടെ, ബയോളജിയുടെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് ലാബ് എക്സാം എങ്ങനെയായിരിക്കും, എത്ര മാർക്കിലായിരിക്കും എല്ലാവർക്കും അറിയാം, എങ്ങനെയായിരിക്കും, എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ള ഒക്കെ ഒരു വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ വീഡിയോ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് അതേപോലെ ആസിഡിമെട്രി, ടൈട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതും യൂട്യൂബിൽ വീഡിയോസൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടാവും, എന്നാലും പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്കും നിങ്ങൾ റെഫർ ചെയ്ത് അതൊക്കെ ചെയ്യുക. അതേപോലെ സോൾട്ട് അനാലിസിസ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ അറിയിക്കുക. അപ്പോൾ ഞാൻ ലാബ് എക്സാമിനെ പറ്റി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ലാബ് എക്സാം കുറച്ച് പാടുണ്ടായിരുന്നു വെച്ചാൽ ഇല്ലായിരുന്നു, എനിക്ക് ഈസി ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിലാണ് പറയുന്നത്. ചിലവർക്കൊക്കെ നമ്മൾ ലാബ് എക്സാം എഴുതുന്നതിന് മുന്നേ ഇത് ഭയങ്കര പാടാണല്ലോ എന്ന് പറയും. പക്ഷേ അത് കഴിഞ്ഞ് ലാബ് എക്സാം കഴിഞ്ഞ് വരുമ്പോൾ മാർക്കൊക്കെ കിട്ടിയിട്ട് വരുമ്പോൾ നമ്മൾ പറയും അയ്യോ ഇത്ര ഈസി ആയിരുന്നു ലാബ് എക്സാം, അങ്ങനെ പറയും. അത്രയും ഈസിയാണ്. നമുക്ക് ആ ഒരു കൺസെപ്റ്റ് വെച്ച് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ വെച്ച് പഠിച്ചാൽ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ഓരോ സബ്ജക്റ്റിൻ്റെ വെച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് +2 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട്, അതേപോലെ തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടല്ലോ, അത് എഴുതുന്നവർ കുറേ പേര് കാണും. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഉള്ളൊരു വീഡിയോ വേണമെന്നുള്ളവർ അറിയിക്കുക. എങ്ങനെയായിരിക്കും ആ ഒരു എക്സാം വരുന്നത്, എങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഞാനിപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം, ഞാൻ +1 ഇമ്പ്രൂവ് രണ്ട് എക്സാം എഴുതുന്നു. +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൽ ഞാൻ 2 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്തിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം.
അതേപോലെ തന്നെ പ്ലസ് ടുവിലെയും ഞാൻ എഴുതിയിരുന്നു. പ്ലസ് ടുവിൽ ഞാനൊരു എക്സാം ഇമ്പ്രൂവ്മെൻറ്റിന് എഴുതിയിരുന്നു. അപ്പോൾ എ ഗ്രേഡിൽ നിന്ന് A+ ആവാൻ വേണ്ടിയിട്ട് എഴുതിയിരുന്നു. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ആ ഒരു എക്സാം എന്നുള്ള രീതി ഒക്കെ പറഞ്ഞു തരണമെന്നുള്ളവരും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഏത് വീഡിയോ ആണെങ്കിൽ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട്, അതാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. വീഡിയോയുടെ ഫസ്റ്റ് പോർഷനിലൊക്കെ ഒരു സൗണ്ട് ഉണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഏതാണ് വേണ്ടതെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.